പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ യേശുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണം 3 സമാന്തര സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ ഇന്ന് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത് മത്തായിയുടെ വിവരണമാണ്. 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഈ 3 വിവരണങ്ങളിലും മത്തായിയുടെ വിവരണം മാത്രമാണ് ഇതിനെ ഒരു ദർശനമായി അവതരിപ്പിക്കുന്നത്. മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്. 17-ാം അധ്യായം 9-ാം വാക്യം. ഇത് ശിഷ്യന്മാർക്ക് മാത്രം ലഭിച്ച ദർശനമല്ല, മറിച്ച് മോശയ്ക്കും ഏലിയായ്ക്കും ലഭിച്ച ക്രിസ്തു ദർശനം കൂടിയാണെന്ന് സഭാപിതാക്കന്മാരായ ഇറനേവൂസും തെർത്തുല്യനും പഠിപ്പിക്കുന്നു. അവർ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഹോറേബിൽ വച്ചും പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ സീനായിലും വച്ചും മോശയ്ക്ക് ലഭിക്കുന്ന ദർശനത്തിൻ്റെ പൂർത്തീകരണമായി പ്രഖ്യാപിക്കുന്നു. ഹോറേബിലെ ദർശനത്തിൽ നീ ആരാണെന്ന മോശയുടെ ചോദ്യത്തിനും സീനായിലെ ദർശനത്തിൽ ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള ആഗ്രഹത്തിനും നിഷേധാത്മകമായ ഉത്തരങ്ങളാണ് ലഭിക്കുക. അവയ്ക്കുള്ള അനുകൂലാത്മകമായ ഉത്തരമാണ് ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം. മോശയെ ഹോറേബിലും താബോറിലും വിളിച്ചുകൂട്ടിയ അതേ ദൈവമാണ് താബോറിൽ രൂപാന്തരീകൃതനായി നിൽക്കുന്ന യേശു ക്രിസ്തു. ഞാനാകുന്നവൻ ആകുന്നു എന്ന ദൈവിക വെളിപാടിൻ്റെ അന്തരാർത്ഥം ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവിൻ എന്ന ദൈവിക സ്വരത്തിൽ നിന്ന് ഗ്രാഹ്യമാകുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഹോറേബിൽ വച്ച് ഏലിയ ദൈവസ്വരം കേൾക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ പൂർണ്ണമായി ദർശിക്കുന്നത് സാധിക്കുന്നില്ല. അത് പൂർത്തീകരിക്കപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിലാണ്. ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിൽ തങ്ങൾ ശ്രവിക്കുകയും അനുഭവിക്കുകയും ചെയ്ത അത്യുന്നത ദൈവത്തിൻ്റെ മാനുഷിക ഭാവം മോശയും ഏലിയായും ദർശിക്കുമ്പോൾ അപ്പോസ്തലന്മാർ മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ തങ്ങൾക്കറിയാത്ത ദൈവീക ഭാവം ദർശിക്കുന്നു. അങ്ങനെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവിക അനുഭവത്തിൻ്റെ സമ്മേളനമായി രൂപാന്തരീകരണം ആഘോഷിക്കപ്പെടുന്നു. ഈ മലമുകളിലെ ദർശനത്തിലൂടെ സഭയ്ക്ക് പുതിയൊരു ഉൾക്കാഴ്ചയും ലഭിക്കുന്നു. യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ദൈവികവും മാനുഷികവുമായ സത്ത ഒന്നു ചേർന്നിരിക്കുന്നു. ഇന്നത്തെ അനുവാചകരായ നമുക്കും ഈ ദൈവിക രഹസ്യങ്ങളിൽ പങ്കുകാരാകുവാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പും ഈ വചനഭാഗം നൽകുന്നു. ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്ന പിതാവിൻ്റെ ആഹ്വാനമാണ് നമുക്കുള്ള വാതിൽ. യേശുവിൻ്റെ വചനം ധ്യാനിക്കുന്നവർ അവൻ്റെ മാനുഷികതയെയും ദൈവികതയെയും ഗ്രഹിക്കുവാൻ കഴിവുള്ളവരാകുന്നു. സുവിശേഷങ്ങളിൽ അവൻ്റെ മാനുഷികതയും ദൈവികതയും ഒരുപോലെ വിവരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ജീവദായകമായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് കാതോർക്കുന്നവർക്ക് മോശയ്ക്കും ഏലിയായ്ക്കും അപ്പോസ്തലന്മാർക്കും ലഭിച്ച രൂപാന്തരീകരണ അനുഭവം ലഭിക്കും. ഒപ്പം നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു രൂപാന്തരീകരണം സംഭവിക്കുകയും ചെയ്യും. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ ആശംസകൾ.